കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നടപടികൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയനുകൾ പ്രഖ്യാപിച്ച പണിമുടക്ക് കഴിഞ്ഞ ദിവസം കഴിഞ്ഞിരുന്നു. പൊതുവിൽ ആളുകൾ സമരത്തോട് സഹകരിക്കുന്ന കാഴ്ചയും എന്നാൽ ചിലയിടങ്ങളിൽ സമരവിരോധികളുടെ ശബ്ദവും ഉയർന്നത് നാടെങ്ങും കണ്ടതാണ്. ഇത്തരത്തിൽ ഇന്നലെ ആളുകൾ സോഷ്യൽ മീഡിയയിൽ പുകഴ്ത്തിയ ഒരാളായിരുന്നു മുക്കത്ത് AEO ഓഫീസിലെ ക്ലർക്കായ ശ്രീ ധനേഷ്. എന്നാൽ ഇദ്ദേഹം ജോലി നേടിയത് ഉദ്യോഗാർത്ഥികൾ നടത്തിയ സമരത്തിന്റെ ഫലമായിട്ടായിരുന്നു എന്നാണ് സോഷ്യൽ മീഡിയയിലെ ഇപ്പോഴത്തെ ചർച്ച. നിരവധി ആളുകളാണ് ഇക്കാര്യത്തിൽ പോസ്റ്റ് പങ്കുവച്ച് രംഗത്തെത്തിയത്. ഇദ്ദേഹത്തിന് ജോലി കിട്ടിയത് എങ്ങനെയാണെന്ന് അറിഞ്ഞാൽ സമരവിരോധികൾ ഓടി രക്ഷപ്പെടും എന്ന് പോസ്റ്റിൽ പറയുന്നു. ഒരു വലിയ സമരത്തിന്റെ ബാക്കിപത്രമാണ് ഇദ്ദേഹത്തിന്റെ ജോലി. സ്പോർട്സ് കോട്ടയിലെ നിയമനങ്ങൾ നടപ്പാക്കാതിരിക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് 2011-16 കാലത്ത് രൂക്ഷമായ സമരങ്ങൾ കേരളം കണ്ടിട്ടുണ്ട്. അതിന്റെ ഭാഗമായി 2016 ഇടത് സർക്കാർ വന്നതിന് ശേഷം 249 സ്പോർട്സ് കോട്ട നിയമനങ്ങൾ നടന്നു. അതിലൊരാളാണ് ഇദ്ദേഹമെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. ഒരു സമരത്തിന്റെ റിസൾട്ടാണ് ഇദ്ദേഹത്തിന്റെ ജോലി. കസേരയിൽ കയറി ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ വന്ന വഴി മറക്കുന്നവരാണല്ലോ ഭൂരിപക്ഷവും എന്നും പോസ്റ്റ് പങ്കുവച്ച അനൂപ് എന്നയാൾ പറയുന്നു. കേന്ദ്ര സർവീസിലും മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളിലുമായി 60 ലക്ഷം തസ്തികകൾ ഒഴിച്ചിട്ട് കരാർ കാഷ്വൽ നിയമനങ്ങൾ നടത്തി, സേനയിൽ പോലും കരാർ നിയമനങ്ങൾ നടത്തി ഈ രാജ്യത്തെ തൊഴിലന്വേഷകരായ ചെറുപ്പക്കാരെ വഞ്ചിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരെയായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന പണിമുടക്ക് എന്നത് ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഇടതുപക്ഷ സർക്കാരിന്റെ ബദൽ നയങ്ങളുടെ ഭാഗമായി സർക്കാർ സർവീസിൽ സ്പോർട്സ് കോട്ടയിൽ നിയമനം നേടിയ താങ്കൾ തന്നെ ഈ സമരത്തെ ഒറ്റുകൊടുത്തത് എന്നാണ് ശ്രീ ധനേഷിന്റെ സുഹൃത്ത് എന്ന് വിശേഷിപ്പിച്ച് പോസ്റ്റിട്ട N ലിനീഷ് എന്നയാൾ കുറിച്ചത്. ഒരു ഭാഗത്ത് നിയമനത്തിനായി ആ സമയത്ത് സമരങ്ങളെ അനുകൂലിച്ച ആൾ ആ നിയമനം നടന്നപ്പോൾ എല്ലാം മറന്ന് ഇരട്ടത്താപ്പ് കാണിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. പോസ്റ്റുകൾക്ക് ലഭിക്കുന്നത് നിരവധി കമൻറ്റുകളാണ്. മറ്റുള്ളവരുടെ വിയർപ്പ് കൊണ്ട് ജോലി മേടിക്കുക, ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവനൊക്കെ പുച്ഛം എന്നാണ് മറ്റൊരാൾ കുറിച്ചത്. സ്വന്തം കാര്യം സിന്ദാബാദ് എന്നാണ് വേറൊരാളും പറയുന്നത്. പ്രമുഖ തൊഴിലാളി യൂണിയനുകളാണ് പണിമുടക്കിന് കഴിഞ്ഞ ദിവസം നേതൃത്വം നൽകിയത്. റെയിൽവേ, ഗതാഗതം, ഇൻഷുറൻസ്, ബാങ്കിംഗ്, തപാൽ, പ്രതിരോധം, ഖനി, നിർമ്മാണം, ഉരുക്ക്, ടെലികോം, വൈദ്യുതി മേഖലകളിലെ തൊഴിലാളികൾ തുടങ്ങിയവരാണ് പണിമുടക്കിൽ പങ്കെടുത്തത്. കേന്ദ്രം കൊണ്ടുവന്ന ലേബർ കോഡിനെതിരെയാണ് പ്രധാനമായും പ്രതിഷേധം നടന്നത്. തൊഴിലാളികളുടെ അവകാശങ്ങളെ ദുർബലപ്പെടുത്തുന്നു, ജോലി സമയം വർദ്ധിപ്പിക്കുന്നു, യൂണിയനുകളുടെ പ്രവർത്തനങ്ങൾക്ക് തടയിടുന്നു, തൊഴിലുടമകൾ തൊഴിൽ നിയമങ്ങൾ ലംഘിക്കുന്നത് ക്രിമിനൽ കുറ്റം അല്ലാതാകുന്നു തുടങ്ങിയ ആരോപണങ്ങളാണ് കേന്ദ്രത്തിന്റെ ലേബർ കോഡിനെതിരെ ഉയരുന്നത്. സമരങ്ങളിലൂടെയും മറ്റും നേടിയെടുത്ത തൊഴിൽ അവകാശങ്ങൾ ദുർബലപ്പെടുത്തുകയാണ് കേന്ദ്രമെന്നാണ് തൊഴിലാളികളുടെ ആരോപണം.